4 സുവിശേഷങ്ങളുള്ളതിൽ ഒരു എഴുത്തുകാരനാണ് പരമ്പരാഗത യഹൂദനല്ലാത്ത പൊതുവെ വിജാതീയനായ അഥവാ യവനനായ ലൂക്കോസ്. ലൂക്കോസ് ഈ സുവിശേഷം എഴുതുമ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അഭിസംബോധന ചെയ്യുന്നത് ശ്രീമാനായ തെയോഫിലോസേ എന്നാണ്. ശ്രീമാനായ എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം ഈ അനുവാചകനായ ഈ തെയോഫിലോസ് റോമൻ ഗവർണറുടെ സ്ഥാനമുള്ളയാളാണ്. അപ്പോസ്തലപ്രവൃത്തി വായിച്ചാൽ അറിയാം, ശ്രീമാൻ എന്ന് വിളിക്കുന്നത് റോമൻ ഗവർണർമാരെയുള്ള വിശേഷണമാണ്. ശ്രീമാനായ ഫെലിക്സ്, ശ്രീമാനായ ഫെസോസ് എന്നൊക്കെയാണ് അഭിസംബോധന ഇരിക്കുന്നത്. ഇവിടെ ലൂക്കോസ് ഇപ്പോൾ ഇദ്ദേഹത്തെ തെയോഫിലോസിനെ വിളിക്കുന്നത് ശ്രീമാനായ തെയോഫിലോസ് എന്നാണ്. അപ്പോൾ തെയോഫിലോസ് ശ്രീമാൻ എന്ന് വിളിക്കപ്പെടുന്നതിനാൽ റോമൻ ഗവർണറുടെ പദവിയുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഗ്രേക്കനായ ഈ തെയോഫിലോസിന് മറ്റൊരു ഗ്രേക്കനായ ലൂക്കോസ് എഴുതിയ എഴുത്താണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീമാനായ തെയോഫിലോസേ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം ചമയ്ക്കുവാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനും ഒരു ചരിത്രം എഴുതാൻ പോവുകയാണ്. ഞാൻ എഴുതുന്ന ചരിത്രം എങ്ങനെ ചോദിച്ചാൽ, കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ചിട്ട് ക്രമത്തിൽ എഴുതുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് ക്രമത്തിൽ എഴുതുക, അങ്ങനെ എഴുതിയിരിക്കുന്ന ഒന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് ക്രമത്തിൽ എഴുതിയ ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കർത്താവായ യേശുക്രിസ്തു കാലത്തിൽ അവതരിച്ചു എന്ന് പറയുമ്പോൾ ലൂക്കോസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ചരിത്രവുമായി എങ്ങനെയാണ് ഈ ദൈവപുത്രൻ ദൈവമായിരുന്നവൻ മനുഷ്യനുമായി ബന്ധപ്പെടുന്നത്, ദൈവമായവൻ കാലവുമായി ബന്ധപ്പെടുന്നത്, ചരിത്രവുമായി എങ്ങനെയാണ് അദ്ദേഹം പൊരുത്തപ്പെടുന്നത് എന്ന് ലൂക്കോസ് എഴുതുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ചരിത്രവുമായി ബന്ധപ്പെടുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അഗസ്തോസ് കൈസറുടെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ കുറേന്യ സുറിയ നാട് വാഴുമ്പോൾ 1-ാമത്തെ ചാർത്തലിന്റെ കാലത്ത് ഈ വിളംബരമുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, എന്നാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്? അതിന് ലൂക്കോസ് പറയുന്നത് അഗസ്തോസ് കൈസറുടെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ. എന്നാണ് അഗസ്തോസ് കൈസർ ഇവിടം ഭരിച്ചിരുന്നത്, റോമൻ സാമ്രാജ്യം? അതിനുള്ള ഉത്തരം ചരിത്രത്തിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയാണ്: BC 27 മുതൽ AD 14 വരെയുള്ള ദീർഘമായ ഒരു കാലമാണ് അഗസ്തോസ് കൈസർ അഥവാ ഒക്ടേവിയൻ റോമാ സാമ്രാജ്യം ഭരിച്ചത്. ആ കാലത്ത് എന്നാണ് യേശുക്രിസ്തു ജനിച്ചത്? ഈ നീണ്ട കാലഘട്ടത്തിനുള്ളിൽ എന്നാണ് യേശുക്രിസ്തു ജനിച്ചത്? ഉടനെ ലൂക്കോസ് പറയുകയാണ്, കുറേന്യ സുറിയ നാട് വാഴുമ്പോൾ. കുറേന്യ സുറിയ നാട് വാണു എന്ന് പറയുമ്പോൾ എന്നാണ്? അപ്പോൾ 2 പ്രാവശ്യം കുറേന്യാസ് അവിടെ റോമൻ ഗവർണറായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രാവശ്യത്തിൽ ഏത് പ്രാവശ്യമാണ്? ഉടനെ ലൂക്കോസ് വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്: 1-ാമത്തെ ചാർത്തലിന്റെ കാലത്ത്. 1-ാമത്തെ ചാർത്തലിന്റെ കാലത്ത് എന്ന് പറയുമ്പോൾ ആ ചരിത്ര ബിന്ദു ലൂക്കോസ് വളരെ തന്മയത്വമായ ഒരു ബിന്ദുവിലെത്തിക്കുക. ഈ ചരിത്രം അതിൽ വരുമ്പോൾ 1-ാമത്തെ ചാർത്തലിന്റെ കാലം. 1-ാമത്തെ ചാർത്തലിന്റെ കാലം എന്ന് പറയുന്നത് BC 9 മുതൽ 6 വരെയുള്ള കാലഘട്ടമെന്നാണ് എല്ലാ യഹൂദ ചരിത്രകാരന്മാര് സമ്മതിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ 1-ാമത്തെ ചാർത്തലിന്റെ കാലത്താണ് നസറായനായ യേശുക്രിസ്തു ബത്ലഹേമിൽ ജനിക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എവിടെയാണ് മശിയ ജനിക്കുന്നത്, എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, എങ്ങനെ ജനിക്കും, എപ്പോൾ ജനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും എന്നുള്ളൊരു പ്രവാചകനായ യെശയ്യാ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരാകും എന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എവിടെയാണ് ജനിക്കുന്നത്? മീഖ പറഞ്ഞു അത് ബത്ലഹേമിലാണ്. അപ്പോൾ ബത്ലഹേം 2 ഉണ്ട്. ഏത് ബത്ലഹേമിലാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് യഹൂദിയയിലെ ബത്ലഹേമിലാണ്. യഹൂദിയയിലെ ബത്ലഹേം എവിടെയെന്ന് ചോദിച്ചാൽ യെരുശലേമിൽ നിന്ന് 6 മൈൽ ദൂരമുള്ള, പ്രത്യേകിച്ച് ആ രാജപാതയുടെ ഓരം അവിടെ കിടക്കുന്ന ഒരു ചെറിയ പട്ടണമാണ് ഈ ബത്ലഹേം. അവിടെയാണ് യേശു മശിയ ജനിക്കുന്നത്. ഇത് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആരിൽ നിന്ന് എവിടെ ജനിക്കും? 2 കാര്യം ഞാൻ പറഞ്ഞു. 3 എപ്പോഴാണ് യേശുക്രിസ്തു ജനിക്കുന്നത്? അതിനെ സമയത്തെക്കുറിച്ച് പൗലോസ് പറയും, തക്ക സമയത്താണ് കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത്. ആ തക്ക സമയം ഏതെന്ന് പിന്നീട് ഒരിക്കൽ ഞാൻ വിശദീകരിക്കും. തൽക്കാലം അത് വിടുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ചരിത്രത്തിന്റെ ഒരു ബിന്ദുവിലാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന ഒക്ടേവിയന്റെ കാലഘട്ടത്തിൽ 1-ാമത്തെ കുറേന്യ സുറിയ നാട് വാഴുമ്പോൾ 2 വട്ടം ഭരിച്ചിരുന്നതിൽ ആദ്യ പ്രാവശ്യം BC 9 മുതൽ 6 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചു. ഇവിടെ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, ഇത് സാധാരണ ഇവിടെ ആരും പ്രസംഗിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ജനിക്കണമെങ്കിൽ വളരെയേറെ തടസ്സമുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ മറിയം ഗർഭിണിയായി, പക്ഷേ ജീവിക്കുന്നത് ഈ ബത്ലഹേമിൽ നിന്ന് ഏകദേശം ഒരു 90 നാഴിക ദൂരമുള്ള ഗലീലയിലെ നസറത്ത് പട്ടണത്തിലാണ്. ഇവർ തന്നെ പൊതുവെ ഇവളെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന യോസേപ്പ് ദരിദ്രനുമായിരുന്നു.
അന്നത്തെ കൂലി കൊണ്ട് ജീവിക്കുന്ന തച്ചനായിരുന്നു. ഈ തച്ചനായ യോസേപ്പ് ഒരു വർഷം മുഴുവൻ പണിയെടുത്തെങ്കിൽ മാത്രമേ മറിയത്തിന്റെ പ്രസവച്ചെലവിനുള്ള കാശുണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി അവിടെ കഴിയുമ്പോഴാണ് ഈ കൽപ്പന. പക്ഷേ മശിഹ ജനിക്കണം. ഇപ്പോ ഗർഭിണിയായി തീർന്നിരിക്കുന്ന മറിയമുണ്ടല്ലോ, അവർ ജീവിക്കുന്നത് ബത്ലഹേമിൽ നിന്ന് 90 നാഴിക ദൂരെയാണ്. അവിടേക്ക് ഇവർ സാധാരണ നിലയിൽ പോകാൻ സാധ്യമല്ല. അതിന് ദൈവം ഉപയോഗിച്ച ഒരു മാർഗമാണ് റോമൻ ചക്രവർത്തിയെ കൊണ്ട് കൽപ്പന ഇറക്കുക. റോമൻ ചക്രവർത്തി കൽപ്പന ഇറക്കിയില്ലെങ്കിൽ ഒരിക്കലും ഈ യോസേപ്പ് മറിയത്തെയും കൊണ്ട് ബത്ലഹേമിലേക്ക് പോകുകയില്ല. അതുകൊണ്ട് റോമൻ ചക്രവർത്തി പറഞ്ഞു, ഓരോരുത്തരും തന്റെ പിതൃനഗരത്തിൽ ചെന്ന് പേർവഴി ചാർത്തണം. അപ്പൊ ഓരോരുത്തരും തന്റെ പിതൃനഗരത്തിൽ ചെന്ന് പേർവഴി ചാർത്തണം എന്ന് ഉള്ള വിളംബരം ഉണ്ടായില്ല എന്ന് വന്നാൽ തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട യോസേപ്പ് എന്ന അച്ഛൻ ഈ ദോഹദവനിതയായ മറിയത്തെയും കൊണ്ട് അവിടെ യാത്ര ചെയ്യില്ല. എങ്ങനെയായാലും ഈ ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് യോസേപ്പ് ദോഹദവനിതയായ ഈ മറിയത്തെയും കൊണ്ട് 20 മൈൽ വീതമുള്ള പല പല താവളങ്ങൾ താണ്ടി ഒടുവിലായി ബത്ലഹേമിലെത്തി. അടുത്തതായി പ്രസവവേദന വന്നു. വഴിയമ്പലത്തിലും സ്ഥലമില്ലായകയാൽ കുറുനരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പക്ഷികൾ കൂടുകളുണ്ടെന്ന് അരുളി ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ജനിക്കുവാൻ വഴിയമ്പലത്തിലും സ്ഥലമില്ലായകയാൽ, അല്പം കൂടെ പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് കാണപ്പെടുന്ന സൂരപാരാവാര പർവ്വത പ്രവാലങ്കരമായ ഈ ബ്രഹ്മാണ്ഡ കടാകത്തെ ഉണ്ടാക്കിയ വലിയവനായ ദൈവത്തിന്റെ വലിയവനായ പുത്രന് അവനിൽ അവതരിച്ചു വരുമ്പോൾ പിറന്നു വീഴുവാൻ ഇടം കൊടുക്കുവാൻ മറന്നുപോയ ലോകം. അതുകൊണ്ട് സ്ഥലമില്ലാതെ ജനിച്ചു വന്ന കർത്താവായ യേശു ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് എഴുതിയിട്ടില്ല. ലൂക്കോസ് മറിയം തന്റെ ആദ്യജാതനെ പ്രസവിച്ച് പുൽത്തൊട്ടി കിടത്തി. സാധാരണ നിലയിൽ പറഞ്ഞാൽ എബ്രായ സ്ത്രീകൾ പ്രസവിക്കുന്ന കാര്യത്തിൽ വളരെ സമർത്ഥയാണ്. പ്രസവവേദന വന്നപ്പോൾ യോസേപ്പ് അവിടെ ഇവിടെയും സ്ഥലം കിട്ടി നോക്കി നടക്കുകയാണ്. പക്ഷേ പ്രസവവേദന അധീരിച്ചപ്പോൾ മറിയം ഈ പ്രസവിച്ച് തന്റെ സ്വന്തം കൈകളിൽ തന്നെ ശിശുവിനെ വാങ്ങിയിരിക്കണം. അങ്ങനെ കയ്യിൽ ശിശുവിനെ വേണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള വലിയ കുന്നിന്റെ ചരിവിൽ കുറഞ്ഞത് ഒരു 20 ഗുഹകളെങ്കിലും ഉണ്ട്. ആ 20 ഗുഹകളിൽ ഒന്ന് സ്വല്പം ഒഴിഞ്ഞു കിടപ്പുണ്ട്. മറ്റെല്ലാം ആടുകളും മാടുകളും ആളുകളും ഒക്കെയാണ്. ഒരു ഗുഹയിൽ ശകലം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ അവിടെ ഒരു പുൽമത്തെ ഉണ്ടാക്കി അതിൽ ഈ ശിശുവിനെ കിടത്തി. അതുകൊണ്ട് ലൂക്കോസ് പറയാണ്, മറിയം തന്റെ ആദ്യജാതനെ പ്രസവിച്ച് പുൽത്തൊട്ടി കിടത്തി. പുൽത്തൊട്ടിയിൽ പ്രസവിച്ചു എന്ന് എഴുതിയിട്ടില്ല, ഇവിടെ പ്രസവിച്ചിട്ട് പുൽത്തൊട്ടി കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പിറക്കുകയുണ്ടായി. നമ്മൾ സാധാരണ ക്രിസ്തുവിന്റെ ജയന്തി കൊണ്ടാടുന്നത് ഡിസംബർ 25-ലാണ്. ക്ഷമിക്കണം, ക്രിസ്ത്യാനികളെല്ലാം എല്ലാ ലോകത്തും ഇതാണ് കൊണ്ടാടുന്നത്. പിന്നെ 2 തരം ക്രിസ്ത്യാനികൾ 2 ദിവസങ്ങൾ സ്വീകരിച്ചിരുന്നു, അതിപ്പോൾ ഏകീകരിച്ചു. എങ്ങനെയാകട്ടെ, എന്നാലും ഡിസംബർ 25 ഇതാണ് ഏകീകരിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാലക്കണക്ക് സ്വീകരിക്കാനൊക്കെയില്ല. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്ന കാലത്ത് മഞ്ഞ് പെയ്തിരുന്നില്ല. അതുകൊണ്ട് യഹൂദന്മാർ ആടുകളെ കാത്ത് വെളിമ്പ്രദേശത്ത് കിടക്കുമ്പോഴാണ് യേശുവിന്റെ ജനനം. വെളിമ്പ്രദേശത്ത് മഞ്ഞുകാലത്ത് ആടുകളെ കിടത്തുകയില്ല, ആളുകളും കിടക്കുകയില്ല. അതുകൊണ്ട് മിക്കവാറും ഏപ്രിൽ മാസം ഒടുവിൽ ആയിരിക്കണം, അല്ലെങ്കിൽ മെയ് മാസം ആദ്യമായിരിക്കണം. എന്തെന്ന് ചോദിച്ചാൽ മെയ് മാസം 15-ാം തീയതിയാണ് അവരുടെ പെസഹയ്ക്ക് 1 വയസ്സുള്ള ആട്ടിൻകുട്ടികളെയാണ് യാഗത്തിന് അറുക്കാൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള അനവധിയായിരിക്കുന്ന ആട്ടിൻകുട്ടികളെ അറുക്കുവാൻ കൊടുക്കാനായിട്ട് ഇടയന്മാർ കൊണ്ടുവന്ന് വയലേലാളുകൾ കിടത്തിയിരിക്കുക. വലിയ കച്ചവടം കിട്ടുന്ന കാലമാണ്. അതിനുവേണ്ടി കൊണ്ട് കിടത്തിക്കൊണ്ട് അവന് കാവൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നിശീഥിനി സമയം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ വേള, നീലാകാശത്തിൽ നിറഞ്ഞു കിടക്കുന്ന താരാവലികൾ, സുന്ദരമായി ഭൂമിയിലേക്ക് ഒഴുകി വീഴുന്ന ചന്ദ്രന്റെ പ്രകാശധാര ഭൂമിയെ പാൽപ്പുഴയാക്കി മാറ്റുക, നിശബ്ദതയിൽ ഭൂമി ഉറങ്ങിക്കൊണ്ടിരിക്കുക, തികച്ചും നാടകീയമായി നമ്മുടെ കർത്താവായ യേശുവിന്റെ ആഗമനം. ഈ ആഗമനത്തിന് എന്തെങ്കിലും ഭംഗം ശബ്ദമുണ്ടാക്കുന്ന ഒന്ന് ഇടയന്മാരുടെ കുടലൂത്ത്, മറ്റൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള ആ നിശീഥിയുടെ വേളയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ആഗമനം അഥവാ ജനനം വിളംബരം ചെയ്തുകൊണ്ട് ആകാശത്തിൽ വെളിപ്പെട്ട കുറെ ദൂതന്മാർ, ആ ദൂത സംഘത്തിൽ നിന്ന് ഒരു ദൂതൻ അല്പം മുന്നോട്ട് കയറി വന്നു ഒരു പ്രഖ്യാപനം നടത്തി. ലൂക്കോസ് 2:10 അവിടെ വായിക്കുന്നത്, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതാണ് ദൂതന്റെ വിളംബരം, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു യഹൂദന്മാർ പ്രതീക്ഷിച്ച മശിയാണെങ്കിലും അവൻ വന്നിരിക്കുന്ന യഹൂദന്മാരുടെ മാത്രം മശിയായിട്ടല്ല, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശു ക്രിസ്തുവിന്റെ ഐഹിക ആഗമനമായ ലോകാവതാരം എന്ന് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതുകൊണ്ട് എന്താണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിൽ ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശു അവൻ ആരാണ് ചോദിച്ചാൽ കർത്താവ് ജനിച്ചു വന്നവനാണ്. കർത്താവാണ് ഇവിടെ ജനിച്ചു വീണത്.